ലിവർ. കരൾ എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളിൽ ഒന്നാണ്. ഒരു ഹെൽത്തി ലിവർ ഉള്ളത് നിങ്ങളുടെ ഓവറോൾ ഹെൽത്തിന് വളരെ നല്ലതാണെന്ന് അറിയാമല്ലോ. ശരീരത്തിന്റെ സുഗമമായ പ്രവർത്തനത്തിന് ആവശ്യമായ 500-ൽ പരം എസെൻഷ്യൽ ഫങ്ഷൻസ് ആണ് ഇത് നിർവഹിക്കുന്നത്. ഇത്തരത്തിലൊരു ക്രൂഷ്യൽ റോൾ നിർവഹിക്കുന്ന കരളിന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കേണ്ടതും ഇപ്പോൾ നിങ്ങളുടെ കരളിന്റെ ആരോഗ്യസ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കി അതിനെ ചികിത്സിക്കേണ്ടതും അത്യാവശ്യമായ ഒരു കാര്യം തന്നെയല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ കാലുകളെ നോക്കിക്കണ്ട് എങ്ങനെ നിങ്ങളുടെ ലിവറിന് എന്തെങ്കിലും ആരോഗ്യപരമായ ഇഷ്യൂസ് ഉണ്ടോ എന്ന് മനസ്സിലാക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. അതായത് എങ്ങനെ നമ്മുടെ കാലുകളെ ഒരു ക്ലൂ ആയി കണ്ടുകൊണ്ട് നമ്മുടെ ലിവറിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് മനസ്സിലാക്കാം എന്നുള്ളതിനെ പറ്റി. നമ്മുടെ ലിവറിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി അത് നമ്മുടെ കാലുകളെയും ബാധിക്കും. സോ അതിനു മുൻപേ ഒരു ഡിസ്ക്ലൈമർ, ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ലിവറിന്റെ ഡിസീസ് എന്താണ് അതിനെ ഡയഗ്നോസ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും കരൾപരമായ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് തോന്നിയാൽ ഉടനെ നിങ്ങൾ ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലിനെ, ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യണം. അവർ ചില ടെസ്റ്റുകൾ എടുക്കും, എന്നിട്ട് റൂൾ ഔട്ട് ചെയ്യും നിങ്ങളുടെ ആക്ച്വൽ പ്രശ്നം എന്താണെന്ന്. എന്നിരുന്നാലും ഞാനിവിടെ പറയാൻ പോകുന്ന കാര്യങ്ങളിലൂടെ ചില ക്ലൂസ് നിങ്ങൾക്ക് കിട്ടും നിങ്ങളുടെ ലിവറിനെ സംബന്ധിച്ച് എന്തെങ്കിലും പൊട്ടൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി. ഫസ്റ്റ് ക്ലൂ എന്ന് പറയുന്നത് റെഡ് ആൻഡ് ബ്രൗൺ നിറത്തിൽ ചില ഡോട്ട്സ് നിങ്ങളുടെ കാലുകളിൽ കണ്ടു തുടങ്ങും. അത് ചെറുതാകാം, വലുതാകാം. യൂഷ്വലി ഇത് കണ്ടുവരുന്നത് നിങ്ങളുടെ കാൽപാദത്തിനോട് ചേർന്നാണ്. ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാലിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞതുകൊണ്ടാണ്. പൊതുവെ ഇത് ലിവർ ഡാമേജ് ആയ അല്ലെങ്കിൽ ലിവറിന് എന്തെങ്കിലും പ്രശ്നമുള്ള മനുഷ്യരിലാണ് കണ്ടുവരുന്നത്. എന്നിരുന്നാലും ഡയബറ്റീസ്, പ്രമേഹമുള്ള മനുഷ്യരിലും മറ്റു കാരണങ്ങൾ കൊണ്ടും കണ്ടുവരാറുണ്ട്. ബട്ട് ലിവർ പ്രോബ്ലം ഉള്ള മനുഷ്യരിൽ ഇത് ഒരുപാട് കണ്ടുവരും. ഇനി വേറെ ഒരു അപ്പിയറൻസ് എന്ന് പറയുന്നത് സ്പൈഡർ വെയിൻസ്, അതായത് ചിലന്തിയുടെ വല പോലെ കാലുകളിൽ കണ്ടു തുടങ്ങും. യൂഷ്വലി ഇത് കണ്ടുവരുന്നത് ലിവർ സിറോസിസ് ഉള്ള രോഗികളിലാണ്. ഇവിടെ സംഭവിക്കുന്നത് ലിവർ ഒരുപാട് ഈസ്ട്രജൻ പ്രൊഡ്യൂസ് ചെയ്യും. ഇത് നിങ്ങളുടെ വാസ്കുലാർ സിസ്റ്റത്തെ സാരമായി ബാധിക്കും. ഇത് സ്പൈഡർ വെയിൻസ് അല്ലെങ്കിൽ വെരിക്കോസ് വെയിൻ ഉണ്ടാകാൻ കാരണമായേക്കാം. ഇനി നിങ്ങളുടെ കാൽപാദങ്ങളിൽ കാണുന്ന മറ്റൊരു ക്ലൂ എന്ന് പറയുന്നത് ക്രാക്ഡ് ഹീൽസ് ആണ്. ഉപ്പൂറ്റിയിലെ വിണ്ട് കീറൽ. ഇത്തരത്തിൽ വിണ്ട് കീറൽ ഒമേഗ 3 ഫാറ്റി ആസിഡിന്റെയോ അല്ലെങ്കിൽ വൈറ്റമിൻ B3ന്റെയോ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകാം. എങ്ങനെ നമ്മുടെ ലിവർ ക്രാക്ഡ് ഹീൽസുമായി അല്ലെങ്കിൽ ഉപ്പൂറ്റി വിണ്ട് കീറലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അതുമല്ലെങ്കിൽ ഒമേഗ 3 ഫാറ്റി ആസിഡ് ഓർ വൈറ്റമിൻ B3 ഡെഫിഷ്യൻസിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും. ഞാൻ പറയാം. നമ്മുടെ ലിവറിന്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസിൽ ഒന്നാണ് ബൈൽ പ്രൊഡക്ഷൻ. ഇതാണ് ശരീരത്തിന് ആവശ്യമായ ഒമേഗ 3 ഫാറ്റി ആസിഡ്സിന്റെയും അതുപോലെ വൈറ്റമിൻ B3ന്റെയും ആഗിരണത്തിന്, അബ്സോർപ്ഷന് സഹായകമാകുന്നത്, ഹെൽപ്പ് ചെയ്യുന്നത്. ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് അല്ല, ഫാറ്റി ആസിഡ്സിന്റെ തന്നെ ആഗിരണത്തിന് സഹായകമാകുന്ന ഒരു പിഗ്മെന്റ് ആണ് ഈ ബൈൽ എന്ന് പറയുന്നത്. ഒരു പക്ഷേ നിങ്ങളുടെ ലിവറിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടായാൽ നല്ല പ്രോപ്പറായ അളവിൽ ബൈൽ പ്രൊഡക്ഷൻ ഉണ്ടാകില്ല. അങ്ങനെ ബൈൽ പ്രൊഡക്ഷൻ നല്ല പ്രോപ്പറായ അളവിൽ ഉണ്ടായില്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായ വൈറ്റമിൻ B3ന്റെ ആഗിരണം പ്രോപ്പറായി നടക്കില്ല. അതുപോലെ ഒമേഗ 3 ഫാറ്റി ആസിഡ്സിന്റെ ആഗിരണവും പ്രോപ്പറായി നടക്കില്ല. ഇത് വിണ്ടുകീറലിന്, ഉപ്പൂറ്റി വിണ്ടുകീറലിന് കാരണമാകും. സെയിം തിങ് വൈറ്റമിൻ A ആൻഡ് വൈറ്റമിൻ E, ഇവയും സ്കിന്നിന്റെ ആരോഗ്യത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ്. ഫാറ്റ് സോളിബിൾ വൈറ്റമിൻസുമാണ്. ലിവറിന് ഡാമേജ് ആയി ബൈൽ പ്രൊഡക്ഷൻസ് കുറഞ്ഞാൽ ഫാറ്റി ആസിഡ് കറക്റ്റായ അളവിൽ ശരീരം ആഗിരണം ചെയ്യാതെ വരും. ശരീരത്തിൽ ഫാറ്റി ആസിഡ്സ് ഇല്ലെങ്കിൽ ഫാറ്റ് സോളിബിൾ വൈറ്റമിൻസ് ആയ വൈറ്റമിൻ എയും ഇയും ശരീരത്തിൽ അതിന്റെ ഡെഫിഷ്യൻസി ഉണ്ടാകും. അങ്ങനെ സ്കിൻ ഇൻഫെക്ഷൻസ്, സ്കിൻ റിലേറ്റഡ് ഹെൽത്ത് ഇഷ്യൂസും ശരീരത്തിൽ കണ്ടു തുടങ്ങും. ബൈൽ പ്രൊഡക്ഷൻ ഇസ് ദ മെയിൻ കോസ്. ബൈൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ലിവർ ഇസ് ദ മെയിൻ കൾപ്രിറ്റ്. ഇത്തരത്തിലാണ് സ്കിന്നും അതുപോലെ ലിവറും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നത്. വൈറ്റമിൻ B3യുടെ ഡെഫിഷ്യൻസി മൂലമുണ്ടാകുന്ന ഒരു രോഗമാണ് പെല്ലഗ്ര എന്ന് പറയുന്നത്. ഈ പെല്ലഗ്ര ഉള്ള രോഗികളിൽ സ്കിൻ ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ സ്കിൻ റിലേറ്റഡ് ഹെൽത്ത് ഇഷ്യൂസ് വളരെ കോമൺ ആയി തന്നെ കാണപ്പെടാറുണ്ട്. ഇനി ലിവർ പ്രോബ്ലം ഉള്ള ആളുകളിൽ കണ്ടുവരുന്ന മറ്റൊരു ക്ലൂ എന്ന് പറയുന്നത് ഇച്ചിങ്, ചൊറിച്ചിലാണ്. അതും കാലിന്റെ അടിഭാഗത്തായി കണ്ടുവരും. ഇവിടെ സംഭവിക്കുന്നത് കാലിലെ ഫ്ലൂയിഡ്സിന് ഒരു ബയോ ബാക്കിംഗ് അപ്പ് ഉണ്ടാവുകയും അവിടെ ഹിസ്റ്റമിൻസ് ബിൽഡ് ആവുകയും ഇത് ഈ ചൊറിച്ചിലിന് അല്ലെങ്കിൽ ഇച്ചിങ്ങിന് കാരണമാവുകയും ചെയ്യും. മോസ്റ്റ് കോമൺലി ഇത് ഹെപ്പറ്റൈറ്റിസിന്റെ അഡ്വാൻസ്ഡ് സ്റ്റേജിലാണ് കണ്ടുവരുന്നത്. ഇത് കൂടാതെ കാലിന്റെ അടിഭാഗത്ത് ഒരു വേദന ഉണ്ടാകും. നിങ്ങളുടെ കാൽപാദത്തിൽ 26 ബോൺസ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ ആർത്രൈറ്റിക് പെയിനിന്റെ ഒരു പ്രൈം ടാർഗറ്റ് ആണ് ഈ കാൽപാദം. ഈ കാൽപാദത്തിലെ വേദന മറ്റ് പല രോഗങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ മറ്റ് പല കാരണങ്ങൾ കൊണ്ടോ ഉണ്ടാകാം. ബട്ട് ലിവർ ഇഷ്യൂ ഈസ് വൺ അമംഗ് ദം. ലിവർ ഇഷ്യൂ അതിൽ ഒന്ന് മാത്രമാണ്. നിങ്ങളൊരു ഒബീസ് പേഴ്സൺ ആണ്, അതായത് നിങ്ങൾ വണ്ണമുള്ള ഒരു മനുഷ്യനാണെങ്കിൽ നിങ്ങൾക്ക് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഉണ്ടായേക്കാം. ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബോൺസ് ആൻഡ് ജോയിന്റ്സിന് വളരെ പെയിൻ ആയിരിക്കും, വളരെ വേദന ഉണ്ടാകും.
ഈ കണ്ടീഷനിൽ നിങ്ങൾക്ക് ലിവർ സിറോസിസ് കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഉള്ള ഈ പെയിനിന്റെ തീവ്രത വളരെ കൂടും. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ കാലുകൾക്ക് ബാഡ് സ്മെല്ലായിരിക്കും. എന്തുകൊണ്ട്? ലിവറിന് ഇവിടെ കറക്റ്റായി ഡീടോക്സിഫൈ ചെയ്യാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സ്കിന്നിലൂടെ ഇത് പുറന്തള്ളപ്പെടും. എഗെയിൻ നിങ്ങളുടെ കാലുകളിൽ സ്വെല്ലിംഗ്, നീർക്കെട്ട് എന്നൊക്കെ പറയാം, ഇത് രൂപപ്പെടും. ഈ സ്വെല്ലിംഗ് സിവിയർ ലിവർ കണ്ടീഷൻസിന്റെ ഒരു ലക്ഷണമായേക്കാം, അല്ലെങ്കിൽ ഒരു ക്ലൂ ആയേക്കാം. ഹെപ്പറ്റൈറ്റിസ് ബി, സി, ഫാറ്റി ലിവർ, ലിവർ സിറോസിസ്, ലിവർ ക്യാൻസർ, ഇത് കാരണമൊക്കെ ഈ സ്വെല്ലിംഗ് കണ്ടുവരാം. ശരിക്കും നിങ്ങൾക്ക് ഹെപ്പറ്റൈറ്റിസ് ബിയോ സിയോ ഉണ്ടെങ്കിൽ ലിവർ സിറോസിസ് ഉണ്ടാകാനുള്ള സാധ്യത, റിസ്ക് വളരെ കൂടുതലായിരിക്കും. ഈ ലിവർ സിറോസിസ് നിങ്ങൾക്കുണ്ടെങ്കിൽ ലിവർ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത അല്ലെങ്കിൽ റിസ്ക് വളരെ കൂടുതലായിരിക്കും. ലിവർ ഡിസീസ് ഉള്ള മനുഷ്യരിലെ മറ്റൊരു പ്രസന്റേഷൻ എന്ന് പറയുന്നത് പിറ്റിംഗ് എഡിമയാണ്. അതായത് നിങ്ങളുടെ കാലിന്റെ താഴ്ഭാഗത്ത് നിങ്ങളുടെ ഫിംഗർ ഉപയോഗിച്ച്, നിങ്ങളുടെ വിരൽ ഉപയോഗിച്ച് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ അവിടെ ഒരു പിറ്റ്, ഒരു കുഴി രൂപപ്പെടും. ഈ കുഴി പൂർവ്വസ്ഥിതിയിലേക്ക് എത്താൻ ഒരുപാട് ടൈം എടുക്കും. ഇതിനെയാണ് പിറ്റിംഗ് എഡിമ എന്ന് പറയുന്നത്. മറ്റൊരു ക്ലൂ എന്ന് പറയുന്നത് ഫംഗസ് ആണ്. കാൽ നഖങ്ങൾക്കിടയിൽ ഫംഗസ് രൂപപ്പെടാൻ തുടങ്ങും, ഫംഗസ് വളരാൻ തുടങ്ങും. ലിവർ ഡിസീസ് ഉള്ള മനുഷ്യരിൽ ഫംഗസിന്റെ ഗ്രോത്ത് വളരെ കൂടുതലായിരിക്കും. ഇതിന് കാരണം മൈക്രോഫ്ലോറയും അതുപോലെ ഗട്ടും തമ്മിലുള്ള ഇംബാലൻസ് ആണ്. ഇതേ കാൽ നഖങ്ങൾ തന്നെ വൈറ്റ് കളറായി മാറും. ശരിക്കും നമ്മുടെ നഖങ്ങളുടെ കളർ എന്ന് പറയുന്നത് പിങ്ക് നിറത്തിലാണ്. ബിക്കോസ് ഓഫ് ദ പിഗ്മെന്റ് ബിലിറുബിൻ. ബിലിറുബിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലിവർ ആണ്. ലിവറിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ബിലിറുബിന്റെ പ്രൊഡക്ഷൻ കുറയും. ബിലിറുബിന്റെ പ്രൊഡക്ഷൻ കുറഞ്ഞാൽ നമുക്ക് നാച്ചുറലി അപ്പിയർ ആകേണ്ട പിങ്ക് നിറം മാറി അത് വൈറ്റ് നിറത്തിലോട്ട് മാറും ഈ നഖങ്ങളുടെ കേസിൽ. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് ലിവറിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങളുടെ കാലുകളിൽ കാണുന്ന ചില സൈൻസ് ഓർ ക്ലൂസ്. ഞാൻ ഈ പറഞ്ഞു കഴിഞ്ഞ ഈ ക്ലൂസ് അല്ലെങ്കിൽ സൈൻസ് നിങ്ങൾക്ക് മറ്റു രോഗങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ മറ്റു കാരണങ്ങൾ കൊണ്ടോ ഉണ്ടായേക്കാം. ലിവർ ഡിസീസ് വൺ എമംഗ് ദം. അതിൽ ഒന്ന് മാത്രമാണ് ഈ ലിവർ ഡിസീസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത്തരത്തിൽ എന്തെങ്കിലും സൈൻസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക. അവർ ചില ടെസ്റ്റ് എടുത്ത് എന്താണ് നിങ്ങളുടെ റിയൽ ഇഷ്യൂ എന്ന് റൂൾ ഔട്ട് ചെയ്യും. ഇനി എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ ലിവർ ഡിസീസ് ഉണ്ടാകുന്നത് എന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ ആഹാരത്തിൽ ഒരുപാട് ഷുഗർ ഉപയോഗിക്കുന്നത് ഒന്ന്, ജങ്ക് ഫുഡ്സ് ഒരുപാട് കഴിക്കുന്നതും വെജിറ്റബിൾസ് കഴിക്കാതിരിക്കുന്നതും ഒരു കാരണമായേക്കാം. ആൽക്കഹോളിന്റെ അമിത ഉപയോഗം, പ്രോട്ടീൻ അത് എക്സസ് ആയി വളരെ വലിയ അളവിൽ കഴിക്കുന്നതും ലിവറിന് ഡാമേജ് ഉണ്ടാക്കാം. നിങ്ങൾ പ്രോട്ടീൻ അമിതമായ ക്വാണ്ടിറ്റിയിൽ എടുത്താൽ നിങ്ങളുടെ ശരീരത്തിൽ ഒരുപാട് നൈട്രജൻ വേസ്റ്റ് ഉണ്ടാകും. ഇത് ലിവറിനും അതുപോലെ കിഡ്നിക്കും ഒരു ഓവർലോഡ് ഉണ്ടാക്കും, സ്ട്രെസ് ഉണ്ടാക്കും, ഡാമേജ് ഉണ്ടാക്കും. അപ്പോൾ നിങ്ങൾക്ക് ലിവർ ഡാമേജ് ഉണ്ട്, കിഡ്നി ഡാമേജ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ആഹാരത്തിൽ പ്രോട്ടീന്റെ അളവ് കുറയ്ക്കുക, വെജിറ്റബിൾസിന്റെ അളവ് കൂട്ടുക. ഇനി ചില മെഡിസിൻസിന്റെ സൈഡ് എഫക്ട്സ് മൂലവും ഇതുപോലെ ലിവർ ഡാമേജ് ഉണ്ടാകാം എന്നുള്ള വസ്തുത നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ഇതൊക്കെയാണ്. നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്യുക. ഈ ഹെൽത്ത്ഫുൾ ഇൻഫർമേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ് സർക്കിളിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. ഈ ചാനലിൽ ഇതുപോലെ ഹെൽത്ത്ഫുൾ കണ്ടന്റ് ഒരുപാടുണ്ട്. കാണുക, കണ്ടു നോക്കുക. ഇനി ഇതുപോലെ ഹെൽത്ത്ഫുൾ കണ്ടന്റ് ഇനിയും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ ഉടനടി നിങ്ങൾക്ക് എത്തിച്ചേരുകയുള്ളൂ. പുതിയൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഹെൽത്ത്ഫുൾ ആയിട്ടുള്ള വീഡിയോയുമായി വീണ്ടും വരുന്നത് വരെ ബൈ.